എന്റെ മോളെ അന്നും ഇന്നും ഞാനേ സ്നേഹിച്ചിട്ടുള്ളൂ. അവൾ എവിടെ നിൽക്കണം, ആരുടെ കൂടെ ജീവിക്കണം, അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ എവിടെ പ്രസവിക്കണമെന്നും ഞാൻ തീരുമാനിക്കും. എല്ലാവരും കൂടി ഒരുങ്ങിക്കെട്ടി ദേവനെ വിളിച്ചു വരുത്തിയതല്ലേ? ഇതിനു മുമ്പ് ദേവൻ ഇവിടെ വന്നിട്ട് നടന്നതൊക്കെ ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും. ഞാനേ അങ്ങ് പുറത്തേക്ക് ഇറങ്ങും, എന്നിട്ട് സകലരെയും വിളിച്ചു കൂട്ടും. പോലീസുകാര് വന്നേ കുടുംബം അടക്കം കൊണ്ടുപോകും. മിണ്ടിപ്പോരുത്. അവസരം കിട്ടിയ സ്വന്തം മകനായി എന്നെ പോലും കൊല്ലാൻ മടിക്കാത്തവരാ നിങ്ങളെന്ന് ഇത്രയും കാലം കൊണ്ട് എനിക്ക് മനസ്സിലായി. അമ്മ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങുന്നോ അതോ ഞാൻ ബലമായിട്ട് പിടിച്ചിറങ്ങണോ? ഞാൻ ഇറങ്ങാം, ഇവളെയും കൊണ്ട് തന്നെ ഇറങ്ങാം. പക്ഷേ കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വരണം. ഈ നിൽക്കുന്നവരൊക്കെ നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണല്ലോ. ഇല്ലെങ്കിൽ കോടതി കാര്യങ്ങൾ അറിയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവർക്ക് വേണ്ടി ഹാജരാകുന്ന ഒരുത്തിയുണ്ടല്ലോ, ആരതി വർമ്മ. വിളിച്ചു ചോദിക്കാൻ പറ. ഒരു പെണ്ണും ചെറുക്കനും കൂടി ഒന്നിച്ച് താമസിച്ചുകൊണ്ടിരുന്നപ്പോ ആ പെൺകുട്ടി ഗർഭിണിയായ ആരാ ഉത്തരവാദിയെന്ന്. മതി മതി മതി, നിങ്ങൾ കൂടുതൽ ന്യായമൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. എന്റെ ഭാര്യയാണെന്നും പറഞ്ഞ് ഇവിടെ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ അവളുടെ ദേഹത്ത് ഒരു തവണ പോലും ഞാൻ തൊട്ടിട്ടില്ല. എടാ, ഭാര്യമാരെ കൊണ്ടുപോയി കളയാൻ പോകുന്ന ഭർത്താക്കന്മാര് മുഴുവൻ പറയുന്നതാ ഇത്. നിനക്ക് പിന്നെ ഇതിന്ന് രക്ഷപ്പെട്ടിട്ട് ആവശ്യമുണ്ടല്ലോ. കാരണമേ നിയമം തെറ്റിച്ച് നീ ഒരുത്തിയെ കല്യാണം കഴിച്ച് കൂടെ താമസിപ്പിക്കല്ലേ. നീ ഒരു കാര്യം ചെയ്, പോലീസിനെ വിളിച്ചു വരുത്ത്. അല്ലെങ്കിൽ നമുക്ക് നേരെ കോടതി പോ. സുകുമാരിയെ നിയമം അറിയാവുന്നവരോട് ചോദിച്ച് പഠിച്ചിട്ടാടാ വന്നിരിക്കുന്നേ. അത് ഇതിനകത്ത് പ്രയോഗിക്കാനും എനിക്കറിയാം. ദേവനല്ല ദേവേന്ദ്രൻ വന്നാലും സുകുമാരിയും പ്രിയങ്കയും ഇവിടെ നിന്ന് ഇറങ്ങില്ല. അതെ എന്റെ ഉറച്ച തീരുമാനം.